സ്കിൻ കെയറിൽ നമുക്കിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഫേസ് റേസിങ്. അതെങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഹെയർ നമുക്ക് പ്രെപ്പ് ചെയ്യണം. അതിനായിട്ട് ഹെയർ ബാക്കിലേക്ക് നന്നായി പുള്ള് ചെയ്ത് കോംബ് ചെയ്ത് ഹെഡ് ബാൻഡോ അല്ലെങ്കിൽ ഹെയർ ബാൻഡോ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇല്ലെങ്കിൽ ഷേവ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ഞാനിവിടെ ആയുറിൻ്റെ ഒരു ക്ലെൻസിങ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇത് പ്രൊഫഷണലായിട്ട് നമ്മൾ സലൂണിലൊക്കെ യൂസ് ചെയ്യുന്ന ക്ലെൻസിങ് ക്രീമാണ്. അതുകൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്ത് സ്ലോലി മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യണം. ഞാൻ കുറേ ആയിരുന്നു ക്ലെൻസിങ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലെൻസിങ് ക്രീം യൂസ് ചെയ്തത്. നമുക്ക് സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫേസ് വാഷോ അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ എന്താണോ ക്ലെൻസിങ് ജെൽ എടുക്കുന്നത് അത് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്താലും മതി. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാണ്. നന്നായി തുടച്ചതിന് ശേഷം വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. നമുക്ക് നമ്മുടെ മെയിൻ കാര്യം അലോവേര ജെൽ അപ്ലൈ ചെയ്യണം. ഇതൊരു സ്കിൻ ബാരിയർ എന്ന് തന്നെ പറയാം. നമുക്ക് ഈ ഒരു ഷേവിങ്ങിൽ ഒരു തിൻ ലെയറായിട്ട് തന്നെയാണ് ഫേസിൽ അലോവേര ജെൽ അപ്ലൈ ചെയ്യേണ്ടത്. ഫേസിൻ്റെ ഓരോരോ സൈഡ് നമ്മൾ ചെയ്യുമ്പോൾ അപ്പം മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഫസ്റ്റ് ഫേസിൻ്റെ വലത് ഭാഗത്ത് ആണ് ചെയ്തത്, വലത് ചീക്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ഫേസ് റൈസേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് കൺഫ്യൂഷനാണ് ഏത് മേടിക്കണമെന്ന്. പക്ഷേ നിങ്ങൾ നോക്കി മേടിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ബ്ലേഡിൽ സിക്സാഗ് ആയിട്ട് കാണാം. അങ്ങനത്തെ ബ്ലേഡ് തന്നെ നമുക്ക് ശ്രദ്ധിച്ച് മേടിച്ച് യൂസ് ചെയ്യാം. അതാണ് സേഫ്. റേസർ എപ്പോഴും 45 ഡിഗ്രി ആംഗിളിൽ പിടിച്ചിട്ട് വേണം ഫേസ് റേസ് ചെയ്യാൻ. മുകളിൽ നിന്ന് താഴോട്ടാണ് നമ്മൾ ഫേസ് റേസ് ചെയ്ത് മാറ്റേണ്ടത്. അപ്പോൾ റേസറിൽ കളക്ട് ചെയ്തിട്ടുള്ള ആ ഒരു അലോവേര ജെല്ലും ഫേഷ്യൽ ഹെയറും അപ്പോൾ നമ്മൾ ടിഷ്യൂവിൽ തുടച്ച് മാറ്റുക. എന്നിട്ട് ഈ ഒരു പ്രൊസീജിയർ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അപ്പർ ലിപ്പിലാണ് പിന്നീട് അലോവേര ജെൽ അപ്ലൈ ചെയ്തെടുക്കാൻ തുടങ്ങിയത്. അപ്പർ ലിപ്പിൽ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പലരും അപ്പർ ലിപ്പിൽ ത്രെഡിങ് ചെയ്തിട്ട് ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ഭയങ്കര പെയിൻഫുള്ളാണ്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും പെയിൻ കുറഞ്ഞ് കിട്ടും. ഫേസ് റേസിങ്ങിനെ പറ്റിയിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയുക. ഫേസ് റേസിങ്ങിൻ്റെ ഒരു പ്രൊസീജിയർ മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കോഡ്സായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കുക. പിന്നെ ഫേഷ്യൽ റേസിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെ ചെയ്യണം ചെയ്യാതിരിക്കണം എന്നുള്ളത് വലിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് ഇടുന്നുണ്ട്. കാരണം ഇതിലിപ്പോൾ പ്രൊസീജിയർ മാത്രമേ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് മാത്രമല്ല, ഫേഷ്യൽ റേസിംഗ് എന്ന് പറയുന്നത് വലിയൊരു പ്രൊസീജിയറാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഇതുവരെ കെയർ ചെയ്ത സ്കിൻ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ആഫ്റ്റർ ഷേവ് മുഖത്ത് എക്സസ് ആയിട്ടുള്ള അലോവേര ജെല്ല് ഒരു ടിഷ്യൂ പേപ്പറിൽ തുടച്ചു മാറ്റുക. ഫേസ് നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് തുടച്ചതിന് ശേഷം ഒന്നില്ലെങ്കിൽ അലോവേര ജെൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അതിനുശേഷം ഫേസ് സ്ലോലി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. സ്കിന്നിനൊന്ന് പാമ്പർ ചെയ്യുക. കാരണം ഭയങ്കര സെൻസിറ്റീവായിട്ടിരിക്കും ഈ സ്കിന്ന്. അപ്പോൾ ഒരു സ്കിന്നിൻ്റെ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് മാത്രം ഒന്ന് സ്ലോലി മസാജ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള സെറംസ് നിങ്ങൾ യൂസ് ചെയ്യരുത്. 24 മണിക്കൂറിന് ശേഷം മാത്രം അതൊക്കെ യൂസ് ചെയ്യുക. പിറ്റേ ദിവസം, അതായത് ഞാൻ നൈറ്റാണ് ചെയ്തത്, നിങ്ങൾ നൈറ്റ് ആണെങ്കിൽ പിറ്റേ ദിവസം മറക്കാതെ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.